ഈ ഒരു ഡൗട്ട് ഇപ്പോഴും പല മക്കൾക്കും ഉണ്ടാവും അല്ലേ? ഇനി നമ്മുടെ എക്സാമിനറിൻ്റെ നമ്മുടെ +2 ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് കാര്യമുണ്ടോ? നമുക്ക് അതിനകത്തുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പം ഇതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇപ്പം നമ്മുടെ നീറ്റ് ആൻഡ് കീം ക്രാഷ് കോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ അതിലും അഡ്മിഷൻ എടുക്കാം കേട്ടോ. അതായത് കുറേ മക്കൾക്ക് ഇപ്പോഴും ഒരു സംശയമുള്ളതെന്ന് വെച്ചാൽ എക്സാം ആയി, ഇപ്പം മോഡൽ എക്സാം ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്, പബ്ലിക് എക്സാം വൈകാതെ ഇനിയിപ്പോൾ വരാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ ഇടയിൽ ഈ ക്രാഷ് ബാച്ചിൽ ഇനിയിപ്പോൾ ജോയിൻ ചെയ്യുന്നത് വർത്ത് ആണോ എന്നുള്ളൊരു കാര്യം. ഒന്നാമത്തെ കാര്യം, ഇപ്പം നമ്മുടെ ക്രാഷ് ബാച്ച്, അതായത് നിങ്ങൾ ഏകദേശം നിങ്ങളുടെ എക്സാമിനോട് അടുത്തതുകൊണ്ട് തന്നെ മോഡൽ എക്സാം നടക്കാൻ വേണ്ടി പോവാണ്, ഇനിയിപ്പോൾ വൈകാതെ തന്നെ പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ക്രാഷ് ബാച്ചിൻ്റെ ഫീ നമ്മൾ കുറച്ചിട്ടുണ്ട്. ആൻഡ് ഈ ക്രാഷ് ബാച്ചിലുള്ള ഇത്രയും കാര്യങ്ങൾ ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ റിവിഷൻ ക്ലാസ്സുകളുണ്ട്, ഷോർട്ട് നോട്ട് ക്ലാസ്സുകളുണ്ട്, വർക്ക്ഷീറ്റ് ഉണ്ട്, PYQ ഉണ്ട്, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഈ ഒരു 50 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ ബുക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എല്ലാ കാര്യങ്ങളും എല്ലാ റിവിഷൻ ക്ലാസ്സുകളും കാണാനുള്ള സമയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. എന്നാലും ചില ചാപ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ നമ്മളിങ്ങനെ വിട്ടുവെച്ചിരിക്കുന്ന ചാപ്റ്റേഴ്സ്, അല്ലെങ്കിൽ ചില ചാപ്റ്റേഴ്സ് നമുക്ക് ഇഷ്ടമില്ലാതിരുന്ന ചാപ്റ്റേഴ്സ്, ചില ചാപ്റ്റേഴ്സ് നമുക്ക് ഒട്ടും അറിയാത്ത ചാപ്റ്റേഴ്സ്, അങ്ങനത്തെ ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആയിട്ട് കാണാനുള്ള ഒരു റിസോഴ്സസ് ഇവിടെ ഉണ്ട്. അതായത് എല്ലാ ക്ലാസ്സിൻ്റെയും റെക്കോർഡഡ് ക്ലാസ്സുകൾ ഇവിടെ ഉണ്ട്. അതേസമയം ചില ക്ലാസ്സുകൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പം നമ്മുടെ ഷോർട്ട് നോട്ട് ക്ലാസ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റിവിഷൻ ചെയ്യാനും അല്ലെങ്കിൽ റിവിഷൻ ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് 2x ഇട്ട് കണ്ട് തീർക്കാനും ഒക്കെ നിങ്ങൾക്ക് പറ്റും. അതിനുശേഷം ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ചാപ്റ്റർ അറിയില്ല എന്നാണെങ്കിൽ ക്ലാസ്സുകൾ കാണേണ്ടത്. അതിനുശേഷമുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതായത് വർക്ക്ഷീറ്റും PYQ. അപ്പോൾ വർക്ക്ഷീറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാകും, അതുപോലെ തന്നെ നമ്മുടെ പാറ്റേൺ ചേഞ്ച് ആയിട്ടുള്ള ശേഷമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നമ്മുടെ PYQലാണെങ്കിൽ പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു മോഡൽ എക്സാം എഴുതാൻ വേണ്ടി പോവാണ് അല്ലേ, അപ്പോൾ അതിൽ നമുക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും നമ്മുടെ എക്സാമിനറിൻ്റെ ഒരു മോഡൽ എക്സാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇനി ലാസ്റ്റിലേക്ക് വരുന്ന മോഡൽ എക്സാമുകളൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്നൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഫേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി നമ്മുടെ എക്സാമിനറിൻ്റെ ഒരു മോഡൽ എക്സാം എഴുതി നിങ്ങളൊരു മോഡൽ എക്സാം എഴുതുമ്പോഴേക്ക് ഓൾ സെറ്റ്. പിന്നെ നമുക്ക് ബാക്കിയുള്ളതനുസരിച്ച് എന്ത് ചെയ്യാം, നമ്മുടെ പബ്ലിക് എക്സാമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതുമല്ല, നിങ്ങൾക്ക് മോഡൽ എക്സാം നിങ്ങൾ ഇപ്പോൾ പഠിച്ചത് വെച്ച് ചെയ്തിട്ട് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് മുൻപാവുമ്പോഴേക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് ഒരു എക്സാമും കൂടെ അറ്റൻഡ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് നമ്മുടെ എക്സാമിൻ്റെ മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇതേ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നമ്മുടെ റിവിഷൻ ബാച്ചിൽ കിട്ടും, അതായത് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ കിട്ടും. അത് കൂടാതെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ക്ലാസ്സുകളും നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് അൺലോക്കായി കിട്ടുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ റിവിഷൻ ബാച്ചിൽ നിങ്ങൾ വേണ്ട കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് എടുത്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. എല്ലാം നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാനുള്ള സമയമില്ല, പക്ഷേ നിങ്ങൾക്ക് ഏതാണ് അറിയാത്ത ചാപ്റ്റർ ഏതൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് ആ വേണ്ട സാധനങ്ങൾ പിക്ക് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, ടാർഗറ്റ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് യൂസ്ഫുൾ ആവുന്നൊരു കാര്യം തന്നെയായിരിക്കും നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. അതിന് എൻ്റെ മക്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഇത് കമ്പൽസറി ആയിട്ടുള്ള പറയുന്നൊരു കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, അതായത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സമയമുണ്ടോ എന്ന് പറയുന്ന സംശയത്തോടെ ഇരിക്കുന്ന മക്കൾക്കാണെന്നുണ്ടെങ്കിലാണ് മിസ് പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോഴാണെങ്കിൽ 1299 രൂപയാണ്. അതേപോലെ തന്നെ നമ്മുടെ നീറ്റ് ആൻഡ് കീമിൻ്റെ, അതായത് JEE കീമിൻ്റെ അതേപോലെ തന്നെ നീറ്റിൻ്റെ ക്രാഷ് കോഴ്സ് ഉണ്ട്. അതിന് നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ടാകും. ഇതിനകത്ത് നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാകും, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകൾ ഉണ്ടാകും, മോക്ക് എക്സാമും, അതുപോലെ തന്നെ ഈ ഫ്രീ നീറ്റിൻ്റെ ഈ ഒരു ബുക്കിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. അതായത് ഇപ്പം ലാസ്റ്റ് 3 ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ അവിടെ ചാപ്റ്ററിൽ ചേഞ്ച് വന്നിട്ടുണ്ട്, ചെറിയ എഡീഷൻസും കുറച്ച് കാര്യങ്ങൾ ഡിലീറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പാറ്റേണിലും മാറ്റം മാത്രമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ ലാസ്റ്റ് 3 പ്രീവിയസ് ഇയേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുകൂടാതെ നിങ്ങൾക്ക് 3 മോക്ക് എക്സാം പേപ്പേഴ്സ് ഉണ്ട്, പിന്നെ OMR ഷീറ്റ് ഉണ്ടാവും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ JEE ആൻഡ് കീമിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാകും, 3 മോക്ക് എക്സാം പേപ്പേഴ്സ് ഉണ്ടാവും. അതിന് OMR ഷീറ്റ് ഉണ്ടാവില്ല, കാരണം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നമ്മുടെ നീറ്റ് ആൻഡ് കീം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ 1899 രൂപയാണ്. നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു റിസോഴ്സുകളും ഇല്ല, നിങ്ങൾ ആവശ്യത്തിന് കറക്റ്റായിട്ടൊന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഒക്കെ എഴുതുന്ന മക്കളാണെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. കാരണം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങളതൊന്ന് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഈ കുറഞ്ഞ സമയത്തിൽ നമ്മുടെ കയ്യിൽ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ഇവിടെയുള്ള ക്വസ്റ്റ്യൻസും ഈ വർക്ക്ഷീറ്റിലെയും PYQലെയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ലാസ്റ്റ് നമ്മുടെ എക്സാം ടൈമിൽ നമ്മൾ യൂട്യൂബിലൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ ഒരു തവണ മാത്രം ചെയ്യുന്നതിനേക്കാൾ എത്രയോ എഫക്റ്റീവ് ആയിരിക്കും നേരത്തെ തന്നെ പ്രാക്ടീസ് ചെയ്ത് പിന്നെ യൂട്യൂബ് ലൈവിൽ വരുമ്പോൾ നിങ്ങൾക്ക് അതൊരു റിവിഷനും കൂടിയായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതൊരു കമ്പൽസറി ആയിട്ടുള്ള കാര്യവും നിങ്ങളെ നിർബന്ധിച്ച് ചെയ്യിക്കുന്നൊന്നുമല്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക? താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക, പഠിക്കുക. ഓക്കെ, മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങൾ എഴുതാൻ പോകുന്ന ബെസ്റ്റ് എക്സാമാണ് ഇതെന്ന് നിങ്ങളോട് തന്നെ പറയാം. നെഗറ്റീവ് തോട്ട്സൊക്കെ മാറ്റിയിട്ട് അടിപൊളിയായിട്ട് എക്സാം എഴുതാം. ഓൾ ദി ബെസ്റ്റ്.